ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. 13 പേരുടെ മരണത്തിനിടയാക്കിയ തൃശൂർ വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ അനുവദിക്കും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാംഘട്ട തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം പൂർത്തിയായി. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ ജർമ്മനി ബന്ധം ശക്തിപ്പെടുകയാണെന്നും യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ജർമ്മനിയാണെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണ ചുമതല. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരമുള്ള തുകയ്ക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും അനുവദിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കും. സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി നഷ്ടപരിഹാര തുക ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. ഇന്ന് ക്യാബിനറ്റ് തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കാനുണ്ടായി. മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി നൽകും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തെ സംബന്ധിച്ച് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനമല്ല സർക്കാർ എടുക്കുകയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 13 പേരുടെ മരണത്തിനിടയാക്കിയ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ 7 പേരുടെ പൂർണ്ണ മൃതദേഹങ്ങളാണ് അപകട സ്ഥലത്തു നിന്നും ലഭിച്ചത്. ഇതിൽ തിരിച്ചറിഞ്ഞ 3 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. അപകട സ്ഥലത്തുനിന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും DNA പരിശോധനയ്ക്കുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 13 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. അപകടത്തിൽപ്പെട്ടവർക്ക് മികച്ച ചികിത്സ നൽകുന്നതിന് തൃശൂർ മെഡിക്കൽ കോളേജും മെഡിക്കൽ സംഘവും പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അപകട സ്ഥലത്തു നിന്നും സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായും മാറ്റിയതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. 34ഓളം പേർ അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും കൃത്യമായ കണക്ക് തയ്യാറാക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാംഘട്ട തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നാളെ ഒറ്റഘട്ടമായി നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. സംസ്ഥാനത്ത് 5,73,00,000-ലധികം വോട്ടർമാരുണ്ട്. പശ്ചിമ ബംഗാളിലെ 152 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 167 വനിതകൾ ഉൾപ്പെടെ 1478 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 44,000-ലേറെ പോളിംഗ് ബൂത്തുകളാണ് ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ 2ാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-നാണ്. വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയാക്കുന്നതിന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയായി. രാജ്യത്തെ നടുക്കിയ ഈ ക്രൂരകൃത്യത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ അതിശക്തമായ സൈനിക നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കത്തിൽ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9ഓളം ഭീകര ക്യാമ്പുകൾ തകർത്തു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള സംഘടനകളിലെ 100-ലധികം ഭീകരരെ വധിക്കാനും കൃത്യമായ ഈ സൈനിക നീക്കത്തിലൂടെ സാധിച്ചു.
പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളെ രാജ്യം എക്കാലവും ഓർമ്മിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. ഭീകരവാദത്തിന് മുന്നിൽ ഇന്ത്യ ഒരിക്കലും തലകുനിക്കില്ലെന്നും ഭീകരരുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. ആക്രമണത്തിന് ഇരയായവരെ രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടങ്ങി നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരതയോടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടും രാജ്യം വിട്ടുവീഴ്ചയില്ലാത്ത നയം തുടരുമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ഇന്ന് ലോക ഭൌമദിനം. കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ലോക ഭൌമദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ നടന്ന പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയ്ക്ക് ഡയറക്ടർ ജനറൽ ധീരജ് കക്കാഡിയ നേതൃത്വം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ ജർമ്മനി ബന്ധം ശക്തിപ്പെടുകയാണെന്നും യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ജർമ്മനിയാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെർലിനിൽ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ 3.7 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹം വലിയ സംഭാവനകൾ നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. भारत और जर्मनी दोनों देश ऐसे डेमोक्रेटिक पावर्स हैं जो आपसी सहयोग से दुनिया में एक नई प्रॉस्पेरिटी लाने का पोटेंशियल रखते हैं और भारत और जर्मनी के बीच रिश्ता केवल डेमोक्रेसी तक सीमित नहीं है बल्कि उसके इकोनॉमिक, कमर्शियल, इंडस्ट्रियल, स्ट्रेटेजिक और अब तो अब डिफेंस के भी डायमेंशन हैं और ये संबंध धीरे धीरे और अधिक मजबूत हो रहे हैं और मैं मानता हूं कि बेरी विजिट जो इस बार की है इस दिशा में एक बहुत ही मजबूत कदम है और भारत और जर्मनी के बीच संबंधों में हमारी भारतीय समुदाय के लोग एक लिविंग ब्रिज का काम करते हैं. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജർമ്മനിയിലെത്തിയ അദ്ദേഹം ജർമ്മൻ പാർലമെന്ററി സമിതിയെയും അഭിസംബോധന ചെയ്തു. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. പ്രതിരോധ വ്യവസായ സഹകരണത്തിനുള്ള രൂപരേഖ, UN സമാധാന സേനാ പരിശീലനത്തിലുള്ള ധാരണാപത്രം എന്നിവയിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയാണ് നേരിടുന്നത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം ആരംഭിക്കുക. ആദ്യ 2 കളികളിലും പരാജയപ്പെട്ട ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. സമാധാന ചർച്ചകൾ തുടരുന്നതിനായി ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും ഇറാൻ കൃത്യമായ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ മാത്രമേ ഇതിൽ മാറ്റമുണ്ടാകൂ എന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 78ാമത് ഇസ്രയേൽ സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇസ്രയേലുമായുള്ള പ്രത്യേക നയതന്ത്ര പങ്കാളിത്തം ഇന്ത്യ ഏറെ വിലമതിക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. 13 പേരുടെ മരണത്തിനിടയാക്കിയ തൃശൂർ വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ അനുവദിക്കും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം പൂർത്തിയായി. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ ജർമ്മനി ബന്ധം ശക്തിപ്പെടുകയാണെന്നും യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ജർമ്മനിയാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.